നമസ്കാരം. ആധുനിക ലോകവും ശാസ്ത്രവും എത്രയൊക്കെ പുരോഗമിച്ചിട്ടും ചില നിഗൂഢതകളുടെ ചുരുളൊഴിക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ഏറെ നിഗൂഢതകൾ നിറഞ്ഞ ലോകത്തെ തന്നെ എപ്പോഴും അതിശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഒന്നാണ് ബർമുഡ ട്രയാങ്കിൾ. ഡെവിൾസ് ട്രയാങ്കിൾ, ഡെവിൾസ് ഐലൻഡ്സ് എന്നെല്ലാം ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏകദേശം 13 ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്തെയാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അമേരിക്കയിലെ ഫ്ലോറിഡ സംസ്ഥാനത്തിന്റെ തെക്കേ അറ്റം, വടക്കേ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ബർമുഡ ദ്വീപ്, കരീബിയൻ ദ്വീപായ പ്യൂർട്ടോറിക്ക എന്നീ 3 പോയിന്റുകൾ അതിർത്തിയാക്കി ഒരു സാങ്കല്പിക ത്രികോണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഭൂമിയിലെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ പ്രദേശമായിട്ടാണ് ബർമുഡ ട്രയാങ്കിളിനെ കണക്കാക്കപ്പെടുന്നത്. സമുദ്രയാത്രികർക്കും വിമാനയാത്രികർക്കും ഒരുപോലെ പേടി സ്വപ്നമായ ഈ പ്രദേശം അറ്റ്ലാന്റിക്കിലെ ശവപ്പറമ്പ് എന്ന പേരിലും വിശേഷിക്കപ്പെടാറുണ്ട്. ബർമുഡ ട്രയാങ്കിളിലൂടെ പോകുന്ന കപ്പലുകളും ബോട്ടുകളും മുങ്ങുന്നതും വിമാനങ്ങൾ നിയന്ത്രണം തെറ്റി കടലിൽ പതിക്കുന്നതുമാണ് ബർമുഡ ട്രയാങ്കിളിനെ സാഹസിക സഞ്ചാരികളുടെ പോലും പേടി സ്വപ്നമായ ദുരൂഹ പ്രദേശമാക്കി മാറ്റിയത്. കഴിഞ്ഞുപോയൊരു നൂറ്റാണ്ടിനുള്ളിൽ ബർമുഡ ട്രയാങ്കിളിലൂടെ കടന്നുപോയ 50 കപ്പലുകളും 20 വിമാനങ്ങളുമാണ് അപ്രത്യക്ഷമായത്. ഈ തിരോധാനങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തിയെങ്കിലും അപ്രത്യക്ഷമായ വിമാനങ്ങളോ കപ്പലുകളോ അതിൻ്റെ ഒന്നും അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ബർമുഡ ട്രയാങ്കിളിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. പലപ്പോഴായി ഉണ്ടായ വിവിധ അപകടങ്ങളിലായി 1000-ലേറെ മനുഷ്യരാണ് യാതൊരു സൂചനകളും ബാക്കി വയ്ക്കാതെ ആ സമുദ്ര ചുഴിക്കുള്ളിലേക്ക് മറഞ്ഞുപോയത്. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള ചരിത്രത്തിൽ ഈ പ്രദേശത്തിന്റെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം വ്യക്തമാക്കുന്നത് സാക്ഷാൽ ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു. സമുദ്ര പരിവേഷണത്തിനിടയിൽ ബർമുഡ ട്രയാങ്കിളിനടുത്തുകൂടി സഞ്ചരിക്കുന്ന സമയത്ത് തിളങ്ങുന്ന തീഗോളങ്ങൾ കടലിൽ വീഴുന്നത് കണ്ടതായും വടക്ക് നോക്കി യന്ത്രം ദിശ നിർണയിക്കാനാവാതെ വട്ടം കറങ്ങിയെന്നും കൊളംബസിന്റെ യാത്രാ വിവരണങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷേ അക്കാലത്ത് അതത്ര കാര്യമാക്കപ്പെട്ടിരുന്നില്ല. 20-ാം നൂറ്റാണ്ട് വരെയും ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയെപ്പറ്റി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാര്യമായി ഒന്നും പരാമർശിക്കുന്നതുമില്ല. 1918-ലാണ് ബർമുഡ ട്രയാങ്കിളിലെ ദുരൂഹമായി നിഗൂഢതയാക്കി മാറ്റിയ ആദ്യത്തെ വലിയ അപകടം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അമേരിക്കൻ നാവികസേനയുടെ USS സൈക്ലോപ്സ് എന്ന കാർഗോ കപ്പൽ ബർമുഡ ട്രയാങ്കിളിൽ വെച്ച് അപ്രത്യക്ഷമായത് ലോകത്തെ തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു. 10,000 ടൺ മാഗസീനുമായി നടത്തിയിരുന്ന ഈ കപ്പലിൽ 300-ലേറെ ജീവനക്കാരും ഉണ്ടായിരുന്നു. ലോകത്തിനു മുൻപിൽ വലിയൊരു പ്രഹേളികയായി USSന്റെ സൈക്ലോപ്സ് ബർമുഡ ട്രയാങ്കിൾ മറഞ്ഞുപോയി. ഈ കപ്പൽ അപകടത്തെക്കുറിച്ച് നിരവധി അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇന്നുവരെ കപ്പലിന്റെയോ ജീവനക്കാരുടെയോ ചെറിയൊരു അംശം പോലും കണ്ടെത്താനായിട്ടില്ല. ബർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുരൂഹത തന്നെ ഈ പ്രദേശത്ത് അപകടത്തിൽപ്പെടുകയോ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങൾ ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. 1945-ലാണ് ബർമുഡ ട്രയാങ്കിളിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അപകടം സംഭവിച്ചത്. 1945 ഡിസംബറിൽ US നേവിയുടെ ഫ്ലൈറ്റ് 19 എന്ന വിമാനം ബർമുഡ ട്രയാങ്കിളിൽ വെച്ച് അപ്രത്യക്ഷമായി. അപകട വിവരമറിഞ്ഞ് ഈ വിമാനത്തെ കണ്ടെത്തുന്നതിനായുള്ള അന്വേഷണത്തിന് തിരിച്ച അമേരിക്കയുടെ 5 ബോംബർ വിമാനങ്ങളും 27 സൈനികരെയും ദുരൂഹ സാഹചര്യത്തിൽ ഇതേ പ്രദേശത്ത് കാണാതാവുകയും ചെയ്തു. 1949 ജമൈക്കയിലേക്ക് പറന്നിരുന്ന യാത്രാ വിമാനമായ ട്യൂഡോർ സ്റ്റാർ ടൈഗർ, 1954 പോർച്ചുഗലിലേക്ക് പോയിരുന്ന നാവിക വിമാനമായ ഫൈറ്റ് 441, മിയാമിയിലേക്ക് പോയിരുന്ന DC-3 പാസഞ്ചർ വിമാനം എന്നിവയും ബർമുഡ ട്രയാങ്കിളിൽ വച്ച് അപ്രത്യക്ഷമായി. ബർമുഡ ട്രയാങ്കിൾ എന്ന ഈ നിഗൂഢമായ സമുദ്ര ചുഴിയിലേക്ക് പറഞ്ഞു പോയ ഒന്നും തന്നെ തിരികെ കണ്ടെത്താൻ ആധുനിക ശാസ്ത്രലോകം ഇത്രയേറെ വളർന്നിട്ടും കഴിഞ്ഞിട്ടില്ല. ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയുടെ ചുരുളഴിക്കാനായി പലപ്പോഴായി വിവിധ രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും എല്ലാം തന്നെ ഇവിടേക്ക് പര്യവേഷണം നടത്താൻ എത്തിയെങ്കിലും ഇന്നുവരെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണത്തിനായി പോയ പല വിമാനങ്ങളും കപ്പലുകളും ഇവിടെ തന്നെ ദുരൂഹമായി മറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്.
ബെർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹത അന്വേഷിച്ചു പോയ നിരവധി കപ്പലുകളും വിമാനങ്ങളും കാണാതായ അതേ കാലഘട്ടങ്ങളിൽ തന്നെ പലപ്പോഴും യാത്രികരോ നാവികരോ ഇല്ലാത്ത ചില കപ്പലുകൾ ഈ പ്രദേശത്തിന്റെ പരിസരത്തു നിന്നും കണ്ടെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1872 കണ്ടെത്തിയ മേരി സെലസ്റ്റി, 1921 കണ്ടെത്തിയ കരോൾ ഡിയറിംഗ്, 1935 കണ്ടെത്തിയ ലാ ദെഹാമ, 1955 കണ്ടെത്തിയ കെനമാറ എന്നിവയെല്ലാം ബെർമുഡ ട്രയാങ്കിളിന് പരിസരത്ത് നിന്നും ആളൊഴിഞ്ഞ നിലയിൽ കണ്ടെത്തിയ കപ്പലുകളായിരുന്നു. ഇവ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ളതും ഇന്നും ദുരൂഹമാണ്. ഇന്ന് വരെയായി നിരവധി ഗവേഷണങ്ങളാണ് ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് നടന്നിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും ഈ ഗവേഷണങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അമേരിക്കയും UK-യും കേന്ദ്രീകരിച്ചിട്ടുള്ള ശാസ്ത്ര ഗവേഷകർ നടത്തിയ ചില ഗവേഷണങ്ങളിൽ ഈജിപ്തിലെ പിരമിഡുകളേക്കാൾ വലിപ്പമുള്ള 2 കൂറ്റൻ പിരമിഡുകൾ ബെർമുഡ ട്രയാങ്കിളിൽ കണ്ടെത്തിയതായി പറയുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 2000 അടിയോളം ഉയരമുള്ളവയാണ് ഈ 2 പിരമിഡുകളും. 2 പിരമിഡുകളുടെയും മുകളിൽ വലിയ ദ്വാരങ്ങളും രണ്ടാമത്തെ പിരമിഡിന്റെ മുകളിലൂടെ സമുദ്രജലം ശക്തമായി ഒഴുകുന്നതായും അതോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്ന് നുരയും പതയും രൂപം കൊള്ളുന്നതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ജലത്തിന്റെ സാന്ദ്രത കുറയ്ക്കുന്ന വൻതോതിലുള്ള മീഥേൻ ഹൈഡ്രേറ്റ് വാതകം സമുദ്രോപരിതലത്തോട് ചേർന്ന് പൊട്ടിത്തെറിക്കുന്നത് വഴി ഉയർന്നു പൊങ്ങുന്ന വെള്ളം ആ സമയത്ത് ഈ പ്രദേശത്തെത്തുന്ന വസ്തുക്കളെ മുക്കിക്കളയുകയും മീഥേൻ കുമിളകൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് വിമാനങ്ങൾക്ക് തീ പിടിക്കുകയുമാണ് ചെയ്യുന്നതെന്നും ചില ഗവേഷണങ്ങൾ പറയുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളല്ലാത്തിടത്തോളം ബെർമുഡ ട്രയാങ്കിൾ ഇന്നും നിഗൂഢതകൾ കൊണ്ട് മൂടപ്പെട്ട ഒരു പ്രഹേളികയായി തുടരുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.